കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരുടെ ഉന്നത നയരൂപീകരണ ഏകോപന സമിതിയായ കേരള റീജിയൻ ലാറ്റിൻ കത്തലിക് കൗൺസിലിൻ്റെ 42ാമത് ദ്വിദിന ജനറൽ കൗൺസിൽ യോഗം എറണാകുളം ആശീർ ഭവനിൽ ആരംഭിച്ചു. കേരളത്തിലെ 12 ലത്തീൻ കത്തോലിക്ക രൂപതകളിൽ നിന്നും മെത്രാന്മാരും വൈദിക അൽമായ സന്യസ്ത പ്രതിനിധികളും അൽമായ സംഘടനാ നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദേശീയ തലത്തിലും സംസ്ഥാനത്തും പ്രാദേശിക തലത്തിലും ജനാധിപത്യ പാരമ്പര്യവും പൗരാവകാശങ്ങളെ ചവിട്ടിമെതിക്കപ്പെടുന്നു എന്നത് ഖേദകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹൃദയത്തിൽ അഗ്നിയും കാലുകളിൽ ചിറകും ഉള്ളവരായാലേ സമുദായ മുന്നേറ്റങ്ങളിൽ നേതൃപരമായ പങ്കുവഹിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അധ്യക്ഷ പ്രസംഗം നടത്തിയ KRLCC അധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. പിന്നാക്കാവസ്ഥ എന്നതിലുപരി നമ്മുടെ കഴിവും ശക്തിയും പരസ്പരം ഉപയോഗിച്ച് സമൂഹത്തിലും സമുദായത്തിലും ഒറ്റ ശബ്ദമായി മുന്നേറണമെന്ന് നിയുക്ത ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. ബിഷപ്പ് ഡോക്ടർ ക്രിസ്തുദാസ് രാജപ്പൻ, KRLCC ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ, അസോസിയേറ്റ് സെക്രട്ടറി റവറൻ റിജു ജോർജ് അറക്കത്തറ, സെക്രട്ടറിമാരായ PJ തോമസ്, ട്രഷറർ എബി കുന്നേപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് സ്വാഗതവും സെക്രട്ടറി പുഷ്പ ക്രിസ്റ്റി നന്ദിയും പറഞ്ഞു. തുടർന്ന് KRLCCയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. സമാപന സമ്മേളനത്തിൽ RLCCയുടെ അടുത്ത 3 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. തുടർന്ന് രാഷ്ട്രീയ പ്രമേയവും അവതരിപ്പിക്കും.